ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിഷ്ണു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു അപ്ഡേറ്റ് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് നിങ്ങളടുത്തൂടെ പറയാമെന്ന് കരുതി. അപ്പം ഞാൻ മനസ്സിലാക്കിയിടത്തോളം കാര്യങ്ങളാണ് നിങ്ങളടുത്ത് പറഞ്ഞു തരുന്നത്. ഇതല്ല എന്നുണ്ടെങ്കിലും ക്ഷമിക്കുക. അതല്ല, ഇതിൽ കൂടുതൽ വല്ലതും അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റുള്ളവർക്ക് അതൊരു പ്രയോജനം ചെയ്യും. അപ്പോൾ യൂണിവേഴ്സിറ്റി LGSൻ്റെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. അത് കേസ് 11/9/2024, അതായത് ബുധനാഴ്ച ആണ് കേസ് ഇനി വരുന്നത്. അപ്പോൾ ലാസ്റ്റിൽ 3/9/2024 കേസ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഓർഡർ എന്താണ് സംഭവം എന്നുള്ള കാര്യം ഇന്ന് PDF അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് സൈറ്റിൽ. അത് നോക്കിയപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഉള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളടുത്ത് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു 11/9/2024 ഇനി കേസ് വിളിക്കുന്നത്. അന്ന് വിധി വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ വീഡിയോയുടെ താഴെ മറ്റുള്ള ആൾക്കാർ വന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ, അതായത് ഡിഗ്രിയുള്ള ആൾക്കാർ വന്ന് സംസാരിക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയല്ല പറയുന്നത്. എക്സാം എഴുതി, അതായത് പ്രിലിമിനറി പരീക്ഷയും മെയിൻ പരീക്ഷയും എഴുതി നിൽക്കുന്ന കുറച്ചധികം ഉദ്യോഗാർത്ഥികളുണ്ട്. അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. നേരത്തെ ആയിരുന്നുണ്ടെങ്കിൽ ഓക്കെ, ഡിഗ്രിക്കാർക്ക് കൂടെ അപ്ലൈ ചെയ്യാനായിരുന്നെങ്കിൽ ഓക്കെ, അത് നമ്മൾ സമ്മതിക്കുന്നു. പക്ഷേ ഇപ്പോഴാ സാഹചര്യം അതല്ല. പ്രിലിമിനറി പരീക്ഷ നല്ലതുപോലെ പഠിച്ചെഴുതി അവർ മെയിൻ പരീക്ഷ എഴുതി. അപ്പോൾ ഒരുവിധം മാർഗ്ഗമുള്ള നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി മാത്രമാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. മറ്റുള്ള ആൾക്കാർ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ കമൻറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കും. കാരണം അങ്ങനെയുള്ള ഒരു സംസാരിക്കാൻ വേണ്ടിയിട്ടല്ല ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, യൂണിവേഴ്സിറ്റി LGS എക്സാം എഴുതിയവർക്ക് വേണ്ടി മാത്രമാണ് ഈ സംസാരിക്കുന്നത്. അതാദ്യം ഇന്ന് അതിൻ്റെ ഓർഡർ ഇന്ന് സൈറ്റിൽ അപ്ലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പറയുന്നത് അപ്പീൽ കൊടുത്തു, അതായത് വിധി വന്നതിന് ശേഷം, നേരത്തെ ഒരു കേസ് ഉണ്ടായിരുന്നു, അത് വിധി വന്നായിരുന്നു. അത് വന്നതിന് ശേഷം PSC അപ്പീൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഡിലേ ആയി. അതായത് കുറച്ചധികം ദിവസം വന്നിട്ടുണ്ട് അപ്പീൽ കൊടുക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ക്ലാരിഫിക്കേഷനായിട്ടാണ് ആ ഒരു ഓർഡർ ഇന്ന് സൈഡിൽ അപ്ലോഡ് ആയിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് പറയുന്നത്, റെസ്പോണ്ടൻ്റ് പറഞ്ഞിരിക്കുന്ന കാര്യം, അത് കേസ് അപ്പീൽ കൊടുക്കാൻ വേണ്ടി ഡിലേ ആയി, അതുകൊണ്ടത് തള്ളിക്കളയണം എന്നാണ് അവർ വാദിച്ചത്. പക്ഷേ അപ്പീൽ കൊടുത്ത PSCയും കേരള ഗവൺമെൻറ്റും അതിനെതിരെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാലതാമസം എടുക്കാനുള്ള സാഹചര്യം എന്താണെന്നൊക്കെ ഉള്ള കാര്യം അവരന്ന് വാദിച്ചു. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോർട്ട് അപ്പീൽ എത്ര ദിവസം ഡിലേ ആയത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ഹൈക്കോർട്ട് ഒരു കേസ്, നേരത്തെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധിച്ച ഒരു കേസിൻ്റെ കാര്യവും കൂടെ അതിനകത്ത് പറയുന്നുണ്ട്. പോസ്റ്റ് മാസ്റ്റർ ജനറൽ വേഴ്സസ് ലിവിംഗ് മീഡിയ ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്നത് 2012 സെക്ഷൻ 563, ആ കേസിൻ്റെ കാര്യം കൂടെ നിങ്ങളൊന്ന് നോക്കണം. അത് അപ്പീൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സ്വീകരിച്ചു. ആ ഒരു കേസ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ അപ്പീൽ ബഹുമാനപ്പെട്ട ഹൈക്കോർട്ട് അംഗീകരിച്ചത് എന്നാണ് ആ ഓർഡറിൽ പറയുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. കാരണം കോർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യമായിരിക്കില്ല ചിലപ്പോൾ അതിനകത്ത് വരുന്നത്. എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി വിധി 11/9/2024 വരുമെന്ന് നമുക്ക് ഏകദേശം പ്രതീക്ഷിക്കാം. അന്ന് മിക്കവാറും വിധി വരാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ഇങ്ങനെ കേസ് മാറ്റിവെക്കാനുള്ള സാഹചര്യമില്ല. ബുധനാഴ്ച നമുക്ക് എന്തായാലും കതിരും നെല്ലും തിരിച്ചറിയാം എന്ന രീതിയിൽ ഒരു വിധി വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മൾ ഓരോ ഹിയറിങ്ങിൻ്റെ സമയത്തും ആ സമയത്ത് സ്പോട്ടിലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ടെലിഗ്രാം ചാനലിലൂടെ പറയുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൺക്ലൂഷൻ കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ടും യൂട്യൂബിലും ഇടുന്നുണ്ട്. അപ്പോൾ ആ ടെലിഗ്രാം ചാനലിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം, കറക്റ്റ് അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കേസ് അപ്പം വിളിക്കുന്നു, അതിൻ്റെ സ്റ്റാറ്റസ് എന്താണ് എന്നുള്ള കാര്യം കറക്റ്റ് അപ്പോൾ തന്നെ നമ്മൾ ടെലിഗ്രാം ചാനലിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി 11/9/2024 ആ ഒരു കേസിൻ്റെ വിധി വന്നതിന് ശേഷം നമുക്കിനി സംസാരിക്കാം. വിധി വന്നതിന് ശേഷം, അല്ലെങ്കിൽ ഇനി എന്നോ വിധി വരുന്നോ അന്ന് മാത്രമേ നമ്മളൊരു വീഡിയോ ചെയ്യൂ എന്ന് കരുതിയിരിക്കുകയായിരുന്നു. യൂണിവേഴ്സിറ്റി LGS എന്ന് പറയുമ്പോൾ തന്നെ പല ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമാണ്, ബഹളമാണ്, അടിയാണ്, ബഹളമാണ്. അതുകൊണ്ടാണ് യൂണിവേഴ്സിറ്റി LGSൻ്റെ വീഡിയോ അധികം ചെയ്യാത്തത്. അപ്പോൾ ഇങ്ങനൊരു കാര്യം വന്നതുകൊണ്ടാണ്. കാരണം എന്താണ് മാറ്റിവെച്ച കാര്യം പല ആൾക്കാരും പല കോണിൽ നിന്നും ചോദിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഒരു പൊതുവായൊരു വീഡിയോ ഇട്ടതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതെല്ലാം മനസ്സിലാക്കുക, എല്ലാവരും സഹകരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കന്നേരം 11/9/2024 ശേഷം നമുക്ക് എന്താണ് കാര്യം എന്നുള്ള കാര്യം കറക്റ്റ് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഡിഗ്രിക്കാർക്ക് അനുകൂലമാണെങ്കിലും, അല്ലെങ്കിൽ PSCക്ക് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി LGS എഴുതി നിൽക്കുന്ന ആൾക്കാർക്ക് അനുകൂലമാണെങ്കിലും നമുക്ക് എന്തിരുന്നാലും നമുക്ക് അന്ന് സംസാരിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള അപ്ഡേറ്റുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അപ്പോഴപ്പോൾ തന്നെ അറിയുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി. നമസ്കാരം.